ദാരിദ്ര്യത്തിന്റെ ആഴം മനസ്സിലാക്കി തരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പഠിക്കുന്ന കാലത്ത് ഞാൻ ആദ്യമായി ചെരുപ്പ് ധരിച്ചത് മുദരിസായതിന് ശേഷമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെരുപ്പ് ധരിക്കാൻ പോലും ആ മഹാനവകയുണ്ടായിരുന്നില്ല. അത്ര കഠിനമായ ദാരിദ്ര്യത്തിന്റെ ആഴത്തിലാണ് മഹാനവരുടെ പഠന കാലഘട്ടം കഴിയുന്നതോടുകൂടെ തന്നെ നിങ്ങൾ ആലോചിക്കൂ, തഅലീമിന്റെ മേഖലയിലേക്ക് മഹാനവരകൾ കടന്നു വന്നു. മഹാനവരകൾ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദർസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മഹാനവരകളുടെ ചരിത്രത്തിൽ മഹാനവരകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പഠിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അള്ളാഹു അവസരം നൽകി. അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയോ, നിങ്ങൾ അതിന് ശ്രമിക്കണം എന്നാണ്. മഹാനായ കോഴിക്കുട്ടി സാറിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ജീവിതം മുഴുവൻ ദീർഘമായ 10-50 കൊല്ലത്തിലധികമുള്ള ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ ദർസ് നടത്താൻ വേണ്ടി നീക്കിവെച്ച മഹാനാണ് മഹാനായ കോഴിക്കുട്ടി ഉസ്താദ് അവர்கள். മഹാനവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യം, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാനായി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആഖിബത്ത് എങ്ങനെയിരുന്നായത്? ജീവിതം മുഴുവൻ സംശുദ്ധമായി ജീവിച്ചതുകൊണ്ട്, ജീവിതം മുഴുവൻ സംശുദ്ധമാക്കിയതുകൊണ്ട് അള്ളാഹു ആഖിബത്ത് നന്നാക്കി കൊടുത്തു. ജീവിതം സംശുദ്ധമായിരുന്നു എങ്ങനെ മനസ്സിലാക്കുക? ആ മഹാനുമായി ബന്ധപ്പെട്ട അടുത്തറിഞ്ഞ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് ചോദിച്ചറിഞ്ഞാൽ ആ മഹാന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമയായിരുന്നു. ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മാത്രമല്ല, സദാസമയം ഈ ഭൂമി ലോകത്തെ സുഖസൗകര്യങ്ങളിലൊന്നുമല്ല അവരുടെ ചിന്ത. സദാസമയം അള്ളാഹുവിലായിരുന്നു ചിന്ത എന്ന് മനസ്സിലാകും. ഞാൻ ഓർക്കുന്നു, കണ്ണൂരിൽ ഒരു ദുആ സമ്മേളനത്തിന് പോകാൻ വേണ്ടി 1 വർഷം മുമ്പാണ്. മഹാനവറുകൾക്ക് അന്ന് ശരിക്കും എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയാത്തൊരു സമയം. അസുഖമായി പറ്റ കടപ്പിലാകുന്നതിന് മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ഇറങ്ങിയതാണ്. മഹാനായ കോഴിക്കുട്ടി അതുകൊണ്ട് അതേ ട്രെയിനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. 2 ഭാഗത്തും 2 ആളുകളിൽ നിന്ന് അങ്ങനെ താങ്ങിപ്പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് മഹാനവരുടെ ഡ്രസ് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡ്രസ്സിലൊന്നുമല്ലല്ലോ ശ്രദ്ധ. നമ്മൾ സാധാരണ പറയുന്ന ഇന്ന് ഇസ്തിരിടാൻ കറണ്ടില്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട, അങ്ങനെയാണല്ലോ. ഇന്ന് ഇസ്തിരിടാൻ കറണ്ടില്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട. സാധാരണ നമ്മൾ കാണുന്ന നേതാക്കളെ കാണാറുള്ളത് എന്തെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വരുന്നത്, വണ്ടിയിൽ ഒന്നോ രണ്ടോ പിന്നെ ജോഡി ഡ്രസ് എക്സ്ട്രാ കരുതും കേട്ടോ. ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് ഇറങ്ങുകയാണെങ്കിൽ തൊട്ട് മുമ്പ് ഒന്ന് മാറ്റിയിട്ട് ഇയാൾ വരുന്നപ്പോ ആകാശത്താണ് ഇറങ്ങി വരാണോ എന്ന് തോന്നിപ്പോകും. നമ്മുടെ മഹാന്മാർക്ക്, നമ്മുടെ നേതാക്കളായ ഉസ്താദുമാരെ ശ്രദ്ധിച്ചു നോക്കണ്ടി, അവർക്ക് വസ്ത്രത്തിലൊന്നും ഒരു ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ മൈൻഡ് വേറെ എവിടെയോ ആണ്. കോയക്കുട്ടി സാറിനെ ഞാൻ അന്ന് കണ്ടപ്പോ ഞാൻ ഓർക്കുകയാണ്, ഉജാല ഡ്രസ്സിൽ ഉജാല മുക്കിയിട്ട് മുഴുവൻ ഉജാലയാണോ പിന്നെ പഴയ കാലത്ത് സൂപ്പർ വൈറ്റ് ആണോ എന്നറിയുകയില്ല, എല്ലാം കണ്ട് മുക്കിയിട്ട് അതന്നെ ഉജാലത്തിന്റെ കളർ തന്നെയാണ് വസ്ത്രമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്നാ ഉജാല മുക്കിയ ഭാര്യയുടെ നീ എന്താ ഇങ്ങനെ ഉജാല മുക്കി നാശമാക്കിയത്? അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവരുടെ ചിന്ത എവിടെയില്ല, അവരുടെ ചിന്ത വേറെ എവിടെയോ ആണ്, അല്ലാഹുവിലാണ്. അവർ ധരിച്ച വസ്ത്രത്തിലില്ല, അവരുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളിലില്ല, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലില്ല, അവർക്ക് ലഭിച്ച ചുറ്റുപാടുകളിലില്ല. അവരുടെ സദാ സമയത്തുമുള്ള ചിന്ത അല്ലാഹുവാൻ, റബ്ബെന്ന ചിന്തയാണ്. ഞാനന്ന് കോയക്കുട്ടി സാദിനെ കണ്ടപ്പോ CH ഉസ്താദിനെ ഓർത്തുപോയി. ഞാൻ ദാൽഹുദായിൽ നിന്ന് പഠിച്ചിറങ്ങിയ ചില ഹുദവികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. CH ഉസ്താദിന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ സ്ഥിരൊന്നുമില്ല. കുട്ടികളെങ്കിലും പൊടിച്ചു വെച്ച് സ്ഥിരിട്ട് കൊടുത്തെങ്കിലല്ലാതെ ആ മഹാൻ സ്ഥിരിടാറില്ല. തുണിയൊക്കെ ഇങ്ങനെ ഞൊളിഞ്ഞ് മുട്ടിനെത്തിയിട്ടുണ്ടാവും, ജുബയൊക്കെ ഇങ്ങനെ ഞൊളിഞ്ഞിട്ടുണ്ടാവും. അവർ ധരിച്ച വസ്ത്രത്തിലേക്കല്ല നോക്കിയത്, അവർ ഖൽബിലേക്കായിരുന്നവരുടെ നോട്ടം. നമ്മുടെ നോട്ടം ഡ്രസ്സിലേക്കാണ്, അള്ളാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. ആ ഖൽബ് ശുദ്ധിയാക്കുന്നതിലായിരുന്നു നമ്മുടെ മഹാന്മാരുടെ ജോലി മുഴുവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖൽബിനെ തസ്കിയത്ത് ചെയ്തവനെ വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട മഹാന്മാർക്ക് മുഴുവൻ അവരുടെ ശ്രദ്ധ ഖൽബിലായതുകൊണ്ട് തന്നെ, അവർ തസ്കിയത്ത് ചെയ്യുന്ന വിഷയത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു ആഖിബത്ത് നന്നാക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മഹാനവറുകൾ വളരെ വിനയത്തിന്റെ ഉടമയായിരുന്നു മഹാനായ കോഴിക്കുട്ടി ഉസ്താദ് അവர்கள். മാത്രമല്ല അതീവ സൂക്ഷ്മതയായിരുന്നു, അതീവ സൂക്ഷ്മത. ഖുർആൻ പറഞ്ഞതെന്താ? വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീകൾക്കാണ് പര്യവസാനം എന്ന വിജയം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തഖ്വയുള്ള ആളുകളാണോ അവരുടെ ആഖിബത്ത് നന്നാകുമെന്നാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തർക്കുമാ
ലാ ബിഹി ബഅസുൻ ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ തർക്കു മാ ലാ ബിഹി ബഅസുൻ. ആ കാര്യം ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യം ഒഴിവാക്കുക. ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, അത് കാരണം ഒരു കുഴപ്പം, ഒരു തെറ്റ് വന്നു ചേരുമോ എന്ന് ഭയപ്പെട്ട് തെറ്റില്ലാത്ത കാര്യം വരെ ഒഴിവാക്കുക. അതാണ് സൂക്ഷ്മത. മഹാനായ കോയക്കുട്ടി സാറ് സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഭവം എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. മട്ടന്നൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിലാണ് 10-15 വർഷത്തോളമായി ഒരു ചെറിയ സേവനം എന്ന രീതിയിൽ ഞാൻ സേവനം ചെയ്തു വരികയാണ്. മട്ടന്നൂർ മഹല്ല് സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ മഹാനായ കോയക്കുട്ടി സാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒരു ദുആ സമ്മേളനത്തിന് മഹാനവറുകൾ ക്ഷണിച്ചു. ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനവറുകൾ ക്ഷണിച്ചു. മഹാനായ കോയക്കുട്ടി സാർ മട്ടന്നൂരിലെത്തി. മട്ടന്നൂരിലേക്ക് വരുന്നതിന് 10 ദിവസം മുമ്പാണ് മഹാനവറുകൾ മഹല്ല് പ്രസിഡന്റായ കല്ലായി സാഹിബിനെ വിളിച്ചു. അബ്ദുറഹ്മാൻ കല്ലായി സാഹിബിനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മൂപ്പര് ഇക്കാര്യം പറഞ്ഞു തരും. കല്ലായി സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, കല്ലായി സാഹിബ്, ഞാൻ നിങ്ങളുടെ നാട്ടിലെ പരിപാടി ഇന്നാലെ ദിവസമല്ലേ? അതെ, ഇന്നാലെ ദിവസമാണോ സാറേ? അപ്പൊ പറഞ്ഞു, എനിക്ക് പ്രായവും വിഷമവും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഒറ്റക്ക് വരാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ കൂടെ എന്റെ മോനും കൂടി കൂട്ടുന്നുണ്ട്. അവന് ഞാൻ ട്രെയിനിന് ടിക്കറ്റ് ഒക്കെ എടുക്കും. അപ്പൊ ചെലവൊക്കെ നിങ്ങളെ ചെലവിലാണല്ലോ ഇപ്പൊ ഞങ്ങൾ വരിക. ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോ ആ ടിക്കറ്റിന്റെ ചെലവൊക്കെ നിങ്ങളെ ചെലവല്ലേ? അപ്പൊ നിങ്ങൾ എന്നെയാണല്ലോ പരിപാടിക്ക് ക്ഷണിച്ചത്. എനിക്ക് വരാൻ ക്ഷീണവും പ്രയാസമൊക്കെ ആയതുകൊണ്ട് എന്റെ മോനെ ഞാൻ എന്റെ കൂടെ കൂട്ടുന്നുണ്ട്. ഓന്റെ ടിക്കറ്റും കൂടെ ഞാൻ എടുത്തോട്ടെ, നിങ്ങൾക്ക് പൊരുത്തമാണോ എന്ന് ചോദിച്ച മഹാനായ കോയക്കുട്ടി സാറിന്റെ സൂക്ഷ്മതയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, ആരാ ഇതൊക്കെ ശ്രദ്ധിക്കാറുള്ളത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളൊരാളെ കൂടെ കൂട്ടി, നിങ്ങളെയാണ് ആ വീട്ടുകാരെ ക്ഷണിച്ചത്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ മഹാന്മാർ ജീവിതത്തിന്റെ മേഖലയിൽ എത്രമാത്രം സൂക്ഷ്മത പാലിച്ചവരാ. പുണ്യ നബിന്റെ ഹദീസ് എന്താ? നിങ്ങളിപ്പോ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിച്ചു നോക്കാം. എന്നെയാ നിങ്ങൾ ക്ഷണിച്ചത്, ഞാൻ ഒരാളെ എന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ ആതിഥേയന്റെ വീട്ടിലേക്ക് ഇയാളെയുമായി ചെല്ലുമ്പോൾ ആതിഥേയനോട് പറയണം, ഞാൻ ഇന്നാലിന്നൊരാളുകൾ എന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പൊരുത്താണോ എന്ന് ചോദിക്കണം. ആ ഹദീസിന്റെ സാക്ഷാത്കാരമാണ് ആ മഹാൻ തന്റെ ജീവിതത്തിൽ ചെയ്തത്. മഹലിലേക്ക് വരുമ്പോ അതിഥിയായി വരുന്ന ആള്, കൂടെ കൂട്ടുന്ന ആള് നിങ്ങൾക്ക് പൊരുത്താണോ? ഞാൻ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ച നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ സൂക്ഷ്മതയുടെ ആയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ആ വിഷയത്തിൽ പോലും ഇത്ര സൂക്ഷ്മത പാലിച്ച ആളുകളാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എത്രമാത്രം സൂക്ഷ്മതയുണ്ടാകും മഹാന്മാർക്ക്. മഹാനായ കോയക്കുട്ടി ഉസ്താദവകളുടെ മഹാനായ ഉസ്താദവകളുടെ കുടുംബക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഉസ്താദവകൾ വീട്ടിൽ തന്നെ മക്കളുടെ കല്യാണമാണെങ്കിൽ പോലും, സ്വന്തം പെൺമക്കളുടെയോ ആൺമക്കളുടെ കല്യാണം, ഉസ്താദവകൾ കൈ കൊടുക്കേണ്ട കല്യാണം, ആ കല്യാണാണെങ്കിൽ പോലും ഉസ്താദ് വരാറുള്ളത് കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയാണ് വീട്ടിലേക്ക് എത്തുക. എന്താ പറയാറുള്ളത്? ഞാൻ അധിക ദിവസം ലീവ് എടുത്താൽ എന്റെ കുട്ടികളുടെ ദർസ് മുടങ്ങി പോകും. കുട്ടികളുടെ ദർസ് ഞാൻ മുടങ്ങിയാൽ അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ആണെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും, ഒരു 10 ദിവസം മുമ്പെങ്കിലും ലീവ് എടുത്തു പോലെ. സ്വന്തം മക്കളുടെ കല്യാണത്തിന് പോലും തലേ ദിവസം ആണ് വീട്ടിലേക്ക് മഹാനവറുകൾ എത്തിച്ചേരാറുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിന്റെ ശൈലി. എങ്ങനെയാ? ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സൂക്ഷ്മത പാലിച്ച മഹാന